നയ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് ഈ നെയ്യപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതിൽ വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. വെള്ളമൊന്നും പാടില്ല. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാൻ നോക്കുക. ഇനി നമുക്ക് വേണ്ടി ശർക്കരയാണ്, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണ്. ഞാൻ കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2 പാളയത്തോടെ പഴവും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പാകത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഇതുപോലെ വന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലൊരു ചെറിയ തരിയൊക്കെ ഉണ്ട്. ഈ ഒരു പരുവം മാത്രം മതിയാകും. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് മൈദാമാവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒരു 5 മിനിറ്റ് അടച്ച് മാറ്റി വെക്കണം. നമ്മളെ മാവൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ചെറുതായിട്ടാണ് ചുട്ടെടുക്കുന്നത്, ഒരുപാട് വലുതായിട്ടൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊടിയാതെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്നിട്ട് കൊടുക്കണം. അതും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് ചുട്ടെടുക്കാവൂ. കാരണം കുറച്ച് കട്ടിയായത് കൊണ്ട് തന്നെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുൾ തീയിട്ടാൽ ഉള്ളു വേവാണ്ട് ആയി പോവും. അപ്പോൾ വീണ്ടും ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന നേരത്ത് നമ്മളെ കയ്യിലൊന്നും എണ്ണ തിരക്കാണ്ട് നോക്കണം. അപ്പോൾ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ഓക്കേ.